Good morning, all. Good morning, ma'am. Good morning, ma'am. ഓക്കെ, നമ്മുടെ പി ജിയുടെ ഫസ്റ്റ് ക്ലാസ് ആണ് ഇന്ന്. ദെൻ എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? കണ്ടിട്ടില്ല എല്ലാവരും? അറിയാമല്ലോ, ചെയിൻ 12, ചെയിൻ 30 അല്ലെ? ഈ രണ്ട് ചെയർ അല്ലേ? Yes, ma'am. ഓക്കെ, മറന്നുപോയോ? ഓർക്കണുണ്ടോ? കുറച്ച് നാള് ക്ലാസ് എടുക്കാനുണ്ടായിരുന്നു അല്ലെ? ഫസ്റ്റ് പോർഷൻസ് ഒക്കെ നമ്മൾ ഉണ്ടായിരുന്നു. H11 ഉണ്ട്. ഓക്കെ, H11കാർക്കാണെങ്കിൽ എന്നെ പരിചയം ഉണ്ടാവില്ല. H11കാര് എത്ര പേരുണ്ട്? കുറച്ച് പേരുള്ളോ? ഒരാളുള്ളൂ 11. ഓക്കെ, അപ്പോ ഇനി H11 കൂടി ഉണ്ടെന്ന് പറഞ്ഞു. സോ ജസ്റ്റ് ഞാൻ എന്റെ പേരൊന്ന് പറയാം. എന്റെ പേര് ട്രീസ. ദെൻ കുറച്ച് പേർക്ക് അറിയാം, ഇനി ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടാവും ക്ലാസ്സിൽ. ഓക്കെ, അപ്പോ ഇനി നമ്മുടെ ക്ലാസ്സിൽ ഞാനും നിങ്ങളുടെ ഒപ്പം ഉണ്ടാകും. ദെൻ പിന്നെ ബാക്കി കുറച്ച് പേർക്കൊക്കെ അറിയാം നമ്മുടെ ക്ലാസ്സിന്റെ രീതികളൊക്കെ എങ്ങനെയാണ് അല്ലെ? അപ്പോ നമ്മൾ നോർമലി നിങ്ങൾ ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. സോ ഡിപ്ലോമയിൽ എടുക്കുന്ന പോലെയൊക്കെ തന്നെയാണ് നമ്മൾ ഇവിടെ ക്ലാസ്സുകൾ വരുന്നത്. ഡിപ്ലോമയെ അപേക്ഷിച്ചിട്ട് കുറച്ചും കൂടി നമുക്ക് ഇവിടെ കൂടുതൽ പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ? ഇതിപ്പോ നമ്മൾ ഏതൊരു കോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിലും ഡിഗ്രി ലെവലിലാണെങ്കിൽ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടൊക്കെ പഠിച്ചൊക്കെ പോകാൻ പറ്റും. പക്ഷെ PG ആവുമ്പോൾ കുറച്ചും കൂടി അതിനേലും കൂടുതലായിട്ട് നമ്മൾ സമയം കണ്ടെത്തണം, പഠിക്കാനൊക്കെ ഉണ്ട്. ദെൻ നമ്മുടെ ക്ലാസ് പോകുന്നത് നമ്മൾ നോർമലി എക്സ്ട്രാ നോട്ട്സും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ പോയിന്റ്സുകൾ തന്നെ നമ്മൾ വായിക്കുന്നു. ദെൻ മീനിങ് ഒക്കെ ഞാൻ പറഞ്ഞു തരും. 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാറുണ്ട് മാക്സിമം. ദെൻ നമ്മള് മോട്ടിവേഷൻ മോട്ടിവേഷൻ തരാറുണ്ട് അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ എന്റെ ഡിപ്ലോമയിലൊക്കെ ആണെങ്കിൽ ഞാൻ ഇടയ്ക്ക് മോട്ടിവേഷൻ ഒക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. മോട്ടിവേഷൻ ഒക്കെ തരാം, പേടിക്കണ്ട. പിന്നെ നമ്മൾ എക്സാമ്പിളൊക്കെ വെച്ചിട്ട് ഡിപ്ലോമയിലൊക്കെ നമ്മൾ പഠിച്ചതുപോലെയൊക്കെ തന്നെ എക്സാമ്പിളൊക്കെ മാക്സിമം പറ്റുന്ന പോലെ എക്സാമ്പിളൊക്കെ വെച്ചിട്ട് സിമ്പിൾ ആക്കി, എത്രത്തോളം സിമ്പിൾ ആക്കി നമുക്ക് പഠിക്കാൻ പറ്റുമോ അത്രത്തോളം സിമ്പിൾ ആക്കിയിട്ട് നമുക്ക് ക്ലാസ് പോകാം. ഓക്കെ, കാരണം നമ്മൾ പറഞ്ഞു ഡിപ്ലോമയിൽ നിങ്ങൾ പഠിച്ചതുപോലെക്കാളും കുറച്ചും കൂടി നമ്മൾ ഉള്ളിലോട്ട് കടന്നു ചെന്നിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? സൗണ്ട് ഓക്കെ ആണോ? കേൾക്കുന്നുണ്ടോ? ക്ലിയർ Yes, അല്ലേ? ഓക്കെ, ദെൻ അപ്പോ നമുക്ക് ഇനി നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മള് എന്റെ ഒരു ക്ലാസ് എടുക്കുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കാം. മാക്സിമം 2 പ്രാവശ്യം 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് മീനിങ് ഒക്കെ പറയും. ദെൻ ആ ഒരു സെക്ഷൻ നിങ്ങളെ കൊണ്ട് ഞാൻ വായിപ്പിച്ചിട്ട് അടുത്ത ഭാഗം ഞാൻ എടുക്കോളൂ. അങ്ങനെയാണ് നോർമലി ഞാൻ എന്റെ ഒരു ക്ലാസ് ഫോളോ ചെയ്യുന്ന ഒരു ടീച്ചിങ് രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ എനിക്ക് വായിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോവുകയുള്ളൂ. ഓക്കെ, നമുക്കിനി ക്ലാസ് ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഡേയിൽ തന്നെ ഒരുപാട് ഞാൻ എടുത്തൊന്നും ഇതാക്കുന്നില്ല. പക്ഷെ ഏറ്റവും എന്താ പറയാ, നിങ്ങൾക്ക് PGയിൽ പഠിക്കാനുള്ളതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചാപ്റ്റർ ആയിരിക്കും ഇത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാപ്റ്റർ 2 ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ഫങ്ഷൻസിനെ കുറിച്ചാണ്. ഓൾറെഡി നമ്മള് ഹോസ്പിറ്റൽ എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു ഡിപ്ലോമയിലൂടെ. പഠിച്ചു കഴിഞ്ഞില്ല എല്ലാവരും? പഠിച്ചു, എക്സാം ഒക്കെ എഴുതി പാസ് ആയിട്ടുള്ള ആളുകളാണ് അല്ലെ? നമ്മള് എന്താ പറയാ, ചെറിയൊരു പനിയോ ചുമയായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് മെഡിസിൻ വാങ്ങിച്ചു വരുന്ന ആ ഒരു ഘട്ടത്തിൽ നിന്ന് മാറി ഒരു ഹോസ്പിറ്റൽ എന്താണ്, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സുകളുണ്ട്, ഇതിനെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു 6 months കൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. പഠിച്ചോ? ഇപ്പൊ ഒരു ഹോസ്പിറ്റല് നിങ്ങളോട് ആരെങ്കിലും ചോദിക്കാണ്, നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചല്ലോ, എന്തൊക്കെയാണ് അതിൽ പഠിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ സാധിക്കില്ലേ? അല്ലെങ്കിൽ മുൻപത്തെ ഒരു അവസ്ഥ പോലെയാണോ? അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് കുറച്ചെങ്കിലും കാര്യങ്ങളൊക്കെ പറയാൻ കഴിയില്ലേ? മറ്റുള്ളവരോടൊക്കെ പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ ഇതൊക്കെയാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ്സുകളുണ്ട്, വേറെ ഹോസ്പിറ്റലിലെ മറ്റ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സുകൾ അല്ലെ? ഇതെല്ലാം നിങ്ങളുടെ ആ ഒരു എഫേർട്ടാണത് അല്ലെ? നമ്മൾ അതിനു വേണ്ടി ഒരു 6 മാസം നിങ്ങൾ പഠിച്ചു. സോ അതിന്റെ ഒരു ഫലം നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ ഉണ്ടാകും. പിന്നെ നമ്മൾ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നിങ്ങൾ PG, അതിന്റെ കുറച്ചും കൂടി തുടർ പഠനത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇപ്പോ ഈ ഒരു ക്ലാസ്സുകൾ നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. സോ നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ നിന്നും തന്നെ കുറച്ചും കൂടി അതിന്റെ ഉള്ളില് ആന്തരികമായിട്ടുള്ള കുറച്ചും കൂടി എന്താ പറയാ ഉള്ളിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്.
സോ കുറച്ച് ലെങ്തി ചാപ്റ്റേഴ്സുകളൊക്കെ ഉണ്ട്. ഡിപ്ലോമ പോലെയല്ല. ദെൻ ബുദ്ധിമുട്ടാണെന്നല്ല കേട്ടോ ഞാൻ ഒരിക്കലും പറയുന്നത്. ഫസ്റ്റ് ടൈം വന്നുള്ള മിസ് ബുദ്ധിമുട്ടാണെന്നല്ല പറയുന്നത്. ദെൻ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, എഫോർട്ട് എടുക്കണം. ഓക്കെ, എഫോർട്ട് എടുക്കണം. നേരത്തെ തന്നെ ഞാൻ പറയണേ, കാരണം നമ്മള് ഓരോ ദിവസത്തിൽ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. മാക്സിമം നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റുന്നത് അന്ന് തന്നെ നിങ്ങൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ദെൻ വർക്ക് ചെയ്യുന്നവരുണ്ടാകും, മറ്റ് ഫാമിലി പ്രോബ്ലംസ് ഉണ്ടാകാം. എല്ലാവരും പല പല സിറ്റുവേഷനിൽ നിന്ന് ഇരുന്നുകൊണ്ട് ഈ ഒരു കോഴ്സ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം അല്ലേ. സോ നമ്മൾ എന്തായാലും ഇതിനു വേണ്ടി നമ്മൾ പഠിച്ചു. നിങ്ങളുടെ ഡിപ്ലോമ നിങ്ങൾ എന്താ പറയാ കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയെടുത്തു. അപ്പോ അതുപോലെ തന്നെ വീണ്ടും ഈ ഒരു PGയും നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് അറ്റൻഡ് ചെയ്തിരിക്കണം. ഓക്കെ, നമ്മൾ എന്തായാലും ഒരു കാര്യത്തിന് വേണ്ടി തുനിഞ്ഞ് ഇറങ്ങിയാലോ. സോ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനും എല്ലാവരും അത് നിങ്ങൾ ഓരോരുത്തരും തന്നെ ശ്രമിച്ചാൽ അത് സാധ്യമാവുകയുള്ളൂ. ഓക്കെ, ഒരു നല്ല എന്താ പറയാ നല്ലൊരു ഫസ്റ്റ് ക്ലാസ് ആണ്. എല്ലാവരുടെയും ഇത് നല്ല രീതിയിൽ നിങ്ങൾക്ക് അത് പൂർത്തിയാക്കാനും നല്ല രീതിയിൽ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യാനും ഈ ഒരു കോഴ്സ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനും ഫ്യൂച്ചറിൽ നല്ലൊരു ജോബിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ എത്തിപ്പെടാനായിട്ട് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ അല്ലെ. നമ്മളൊരു ഹോസ്പിറ്റൽ എന്താണെന്ന് നിങ്ങൾ കണ്ടു അല്ലെ. നമ്മൾ പുറമേ നിന്ന് നോക്കുന്ന ഒരു ഹോസ്പിറ്റൽ അല്ല, മറിച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ഉള്ളിൽ ഇത്രയും പ്രവർത്തനങ്ങൾ ഉണ്ടോ, അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ്സുകള്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സുകൾ അല്ലെ, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ കൂടുതലായിട്ട് നിങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചു അല്ലെ. നമ്മള് ഫസ്റ്റ് ടൈമില് OPD എന്താണ്, അതുപോലെ എന്താണ് ഇൻപേഷ്യന്റ്, പിന്നെ ഓരോരോ ഡിപ്പാർട്ട്മെന്റ്സുകൾ പഠിച്ചു. ഈ ഡിപ്പാർട്ട്മെന്റ്സുകൾക്ക് പുറമേ വരുന്ന സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സുകൾ അല്ലെ, ലോണ്ടറി, അതുപോലെ എന്തൊക്കെയാണ് ഹൗസ് കീപ്പിംഗ്, റേഡിയോളജി, ഡയാലിസിസ് അല്ലെ, എന്നിങ്ങനെയുള്ള പല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സുകളും ഈ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു. ദെൻ ഇനി നമ്മൾ നോക്കുന്നത് ഹോസ്പിറ്റലിന്റെ ഫങ്ഷൻസ്, അവിടെയുള്ള പ്രവർത്തനങ്ങൾ, പ്രാഥമികമായിട്ടുള്ള ഹോസ്പിറ്റലിന്റെ ഫങ്ഷൻസ് ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ചാപ്റ്റർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. വളരെ കുഞ്ഞു ചാപ്റ്റർ ആണ്. ഹോസ്പിറ്റലിന്റെ പ്രധാനപ്പെട്ട ഒരു 4 ഫങ്ഷൻസിനെ കുറിച്ച് മാത്രം പഠിക്കാനുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ ഒരു ഇന്നത്തെ ഒരു ക്ലാസ്സിലൂടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആകും. കാരണം വളരെ ചെറുതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു PGയിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ചാപ്റ്റർ ഇത് തന്നെ ആയിരിക്കും. കാരണം ഇനി കുറച്ച് ലെങ്തി ചാപ്റ്ററിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു റിലാക്സേഷന് വേണ്ടിയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഈ ഒരു കുഞ്ഞു ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കാം കേട്ടോ, ടെക്സ്റ്റിൽ നോക്കുക എല്ലാവരും. എ ഹോസ്പിറ്റൽ ഈസ് ആൻ ഓർഗനൈസേഷൻ വേർ എ ഗാലക്സി ഓഫ് ആക്ടിവിറ്റീസ് ടേക്ക് പ്ലേസ് ഇൻ എ ഡേ. അല്ലെ, ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആണ്. Then where a galaxy of activities take place in a day. അല്ലെ, ഒരു ദിവസം ഗാലക്സി ഓഫ് ആക്ടിവിറ്റീസ്. എന്താ ഗാലക്സി എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് 1-2 പ്രവർത്തനങ്ങളല്ല, ഒരു എന്താ പറയാ ഗാലക്സി ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻസ് ഒരു കോടാനുകോടി പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഒരു ദിവസത്തില് ഒട്ടനവധി ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലേസ് ആണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ആണോ ശരിയാണോ പറയുന്നത്? ഗാലക്സി ഓഫ് ആക്ടിവിറ്റീസ് ആണ് ഹോസ്പിറ്റലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ പഠിച്ച ആളുകളാണല്ലോ, ഡിപ്ലോമ ഒക്കെ പഠിച്ചതാണ്. അപ്പൊ ഇനി കൂടുതലായിട്ടൊന്നും ഞാൻ ഡീറ്റെയിൽ ഒന്നും പറയില്ല, നമ്മൾ പഠിച്ചതാണ് അല്ലേ. സോ അതൊന്ന് അണ്ടർലൈൻ ചെയ്യണേ. ഫസ്റ്റ് ലൈൻ തന്നെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. എ ഹോസ്പിറ്റൽ ഈസ് ആൻ ഓർഗനൈസേഷൻ വേർ എ ഗാലക്സി ഓഫ് ആക്ടിവിറ്റീസ് ടേക്ക് പ്ലേസ് ഇൻ എ ഡേ. ഒരു ദിവസത്തിലെ ഗാലക്സി ഓഫ് ആക്ടിവിറ്റീസ്, ഒട്ടനവധി ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു പ്ലേസ് ആണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അല്ലെ. ആ ഒരു ദിവസം അവിടെ എന്തൊക്കെയുണ്ട് ഹോസ്പിറ്റലിൽ നടക്കുന്ന പ്രവർത്തനങ്ങള്? പേഷ്യൻസ് ഡോക്ടേഴ്സിനെ കാണാൻ വരുന്നുണ്ട്, ചെക്കപ്പ് ചെയ്യുന്നുണ്ട് കുറെ പേഷ്യൻസ്. അതുപോലെ തന്നെ മറ്റു പേഷ്യൻസുകൾ ടെസ്റ്റുകൾ ചെയ്യുന്നു. ചിലപ്പോൾ സർജറി ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ടാവാം, അഡ്മിറ്റ് ചെയ്തിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവാം. ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് മറ്റൊരു ഹോസ്പിറ്റലിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ടാവാം അല്ലെ. എന്നിങ്ങനെയുള്ള പല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഹോസ്പിറ്റലിൽ ഒരു ദിവസത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. Then these activities are based on the nature of services provided by the hospital, and its quantity only depends on the size and demand of the hospital services. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ദിവസത്തില് ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു പ്ലേസ് ആണ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, then these activities, ഈ പ്രവർത്തനങ്ങളെല്ലാം ബേസ് ചെയ്തിരിക്കുന്നത് ആ ഹോസ്പിറ്റലിനെയും അതുപോലെ തന്നെ അവിടുത്തെ സർവീസസിനെയുമാണ്. അത് പ്രവർത്തനങ്ങളെയാണ് ബേസ് ചെയ്തിരിക്കുന്നത്. Then its quantity only depends on the size and demand of the hospital services. ഇനി അതിന്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ സൈസിനെയും ഹോസ്പിറ്റൽ സർവീസസിനെയും അനുസരിച്ചുകൊണ്ടാണ്. അതായത് സിമ്പിൾ ആക്കി പറഞ്ഞുതരാം.
ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ദിവസത്തില് ഒത്തിരി പ്രവർത്തനങ്ങൾ ആ ഹോസ്പിറ്റലിൽ നടക്കുന്നുണ്ടെന്ന്. സോ ഈ ഹോസ്പിറ്റലിന്റെ ആ പ്രവർത്തനങ്ങളുടെ ഒരു ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഹോസ്പിറ്റലിന്റെ സൈസിനനുസരിച്ച് കൊണ്ടാണെന്ന്. അല്ലെ, ഇപ്പൊ നമ്മള് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ചെറിയ ഹോസ്പിറ്റൽ, ഇപ്പൊ നമ്മളുടെ ലൊക്കാലിറ്റി, നിങ്ങളുടെ വീടിന്റെ ലൊക്കാലിറ്റിയിലുള്ള ചെറിയൊരു ഹോസ്പിറ്റല്, ദെൻ ആ ഹോസ്പിറ്റലിൽ കടന്നു വരുന്ന പേഷ്യൻസ് അല്ലെ, ഒത്തിരി പേഷ്യൻസ് വരുന്നു, ദെൻ ചെറിയ ചെറിയ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകും. ദെൻ നെക്സ്റ്റ് ഒരു വലിയൊരു മൾട്ടി ഡെവലപ്ഡ് ഹോസ്പിറ്റല്, അവിടെ ഒത്തിരി ഈ ഒരു കുഞ്ഞു ഹോസ്പിറ്റലിനേക്കാളും കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിരിക്കും അല്ലെ, അവിടെ കൂടുതലായിട്ടുള്ള സർജറീസുകൾ നടക്കുന്നുണ്ടാകും, ദെൻ പുതിയ പുതിയ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ടാകും, ദെൻ അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് കെയേഴ്സുകൾ കൊടുക്കുന്നുണ്ടാകും. സോ രണ്ട് ഹോസ്പിറ്റലിലെയും പ്രവർത്തനങ്ങൾ വ്യത്യാസമുണ്ട് ഉണ്ടോ? ഒരു ചെറിയ നോർമൽ ഒരു ഹോസ്പിറ്റലും കുറച്ചും കൂടി മൾട്ടി ഡെവലപ്ഡ് ഹോസ്പിറ്റലും തമ്മിൽ വ്യത്യാസങ്ങളില്ലേ? അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് വ്യത്യാസമുണ്ട്, സർവീസുകൾക്ക് വ്യത്യാസങ്ങളുണ്ട് അല്ലെ. ചിലപ്പോൾ ഇവിടെ സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് ഒന്നും ഈ ചെറിയ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണമെന്നില്ല. പക്ഷേ മൾട്ടി ഡെവലപ്ഡ് ആകുമ്പോൾ ഓരോ രോഗത്തിനെയും സ്പെസിഫൈ ചെയ്തുകൊണ്ടുള്ള സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് ഉണ്ടാകും, സ്പെഷ്യലൈസ്ഡ് കെയറും ലഭിക്കുന്നുണ്ടാകും. സോ അതാണ് ഇവിടെ പറയുന്നത്, ഹോസ്പിറ്റലിന്റെ സൈസും സർവീസും വ്യത്യാസമുണ്ടാകും. ക്ലിയർ ആയോ ആ പോയിന്റ്? ഹോസ്പിറ്റലിന്റെ സൈസ് അനുസരിച്ചും അവരുടെ സർവീസ് അനുസരിച്ചിട്ടും ഈ പ്രവർത്തനങ്ങള് ആ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? കുറച്ച് വളച്ചൊടിച്ചിട്ട് വന്നിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ അതിനെ സിമ്പിൾ ആക്കി പറഞ്ഞു തന്നത്. ഓക്കെ, then the functions of hospital differ from word to mouth. ഇനി ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫർ ഫ്രം വേർഡ് ടു മൗത്ത്, അതായത് നമുക്ക് എന്താ പറയാ, ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങള് വാക്കുകളിൽ നിന്നും, മൗത്ത് ഡിഫർ ടു വേർഡ് ടു മൗത്ത്, നമ്മളുടെ വാക്കുകളിൽ നിന്നും നമ്മൾ പറയുന്ന വാക്കുകളിൽ നിന്നും വ്യത്യസ്തമാണെന്ന് അല്ലെ. അതായത് നമുക്കൊരു ഇന്ന കുറച്ച് പ്രവർത്തനങ്ങളുള്ളൂ എന്ന് നമുക്കൊരു വാക്കുകൊണ്ട് പറയുന്നതിനേക്കാൾ ഉപരി അവിടെ ഒത്തിരി പ്രവർത്തനങ്ങളുണ്ട് അല്ലെ. ഇപ്പൊ നിങ്ങൾ നോർമലി നമ്മുടെ ഈ ഡിപ്ലോമ നിങ്ങൾ പഠിക്കുന്നതിന് മുൻപായിട്ട് ചിലപ്പോ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മളൊരു അസുഖം വരാം, ഡോക്ടറെ പോയി കാണുക, ട്രീറ്റ്മെന്റ് ലഭിക്കുന്നു, മെഡിസിൻ ലഭിക്കുന്നു, ആ ഒരു കൺസെപ്റ്റ് ആയിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇല്ലേ? ആണോ? ശരിയല്ല ഞാൻ പറഞ്ഞത്? നമ്മൾ ഈ ഡിപ്ലോമയൊക്കെ നിങ്ങൾ പഠിക്കുന്നതിന് മുൻപേ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്താണ്, രോഗങ്ങൾ വരുമ്പോൾ നമ്മൾ ഡോക്ടറെ പോയി കാണുന്നു, നമുക്ക് ട്രീറ്റ്മെന്റ് തരുന്നു, അല്ലെങ്കിൽ മെഡിസിൻസ് തരുന്നു, ഇഞ്ചക്ഷൻസ് ഒക്കെ നൽകുന്നു, ഈ ഒരു കൺസെപ്റ്റ് ആണ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആണോ? പക്ഷെ നിങ്ങൾ ഈ ഒരു 6 month കോഴ്സ് കഴിഞ്ഞപ്പോ ഈ ഒരു കൺസെപ്റ്റിൽ നിന്നും കുറേയേറെ വ്യത്യാസങ്ങളൊക്കെ വന്നോ? അതിന്റെ ഉള്ളില് നമ്മൾ അറിയാത്ത കുറേ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അല്ലെ, കുറേ ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ട് അല്ലെ. സോ നമുക്കൊരു എന്താ പറയാ, വേർഡ് ടു മൗത്ത്, നമുക്കൊരു വാക്കുകൊണ്ട് പറയാൻ പറ്റുന്ന ഒന്നല്ല ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ അല്ലെ. ഇറ്റ് ഹൈലി ഡിപെൻഡ്സ് ഓൺ ദ പെർസ്പെക്റ്റീവ് ഓഫ് എ പേഴ്സൺ. അത് എന്താ പറയാ, ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടിനെ ആശ്രയിച്ചിരിക്കുന്നു അല്ലെ. ഇപ്പൊ നമ്മൾ പറഞ്ഞു, നിങ്ങൾ ഡിപ്ലോമ ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു? ഒരു അസുഖം വരുന്നു, നമ്മൾ ഡോക്ടറെ കാണുന്നു, മെഡിസിൻ ഒക്കെ വാങ്ങിക്കുന്നു, ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്യുന്നു, ആ ഒരിടം മാത്രമാണ് ഹോസ്പിറ്റൽ എന്നായിരുന്നു നിങ്ങളുടെ കാഴ്ചപ്പാട്. ആണോ? ഭൂരിഭാഗം പേരുടെയും കാഴ്ചപ്പാട് അങ്ങനെ തന്നെ ആയിരിക്കും അല്ലെ. പക്ഷെ നമ്മൾ അതിന് കൂടുതലായിട്ട് അവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിച്ചു, നിങ്ങൾ ആഴത്തിൽ അതിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയൊന്നും അല്ല, ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി ഇല്ലേ. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിന്നും അത് മാറിയോ? പഠിച്ചിട്ടുള്ള എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞ ആളുകളാണ് കേട്ടോ, എന്നിട്ട് മാറിയോ? യെസ്. ഓക്കെ, അപ്പോ അത് ഓരോ പേഴ്സൺസിന്റെയും കാഴ്ചപ്പാടിനനുസരിച്ച് കൊണ്ടാണെന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ച ഇൻട്രൊഡക്ഷൻ ആണ് ഇപ്പൊ ഞാൻ വായിച്ചത്. ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഒരു പ്രാവശ്യം കൂടി പറയാം, ശ്രദ്ധിക്കാം കേട്ടോ. ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആണ്. അവിടെ ഒരു ദിവസത്തിൽ തന്നെ ഒട്ടനവധി ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ പറഞ്ഞ ഹോസ്പിറ്റലിന്റെ സൈസും സർവീസസും വ്യത്യാസങ്ങൾ ഉണ്ടാകും, പ്രവർത്തനങ്ങളുടെ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ചെറിയൊരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ നോർമൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ആയിരിക്കും. ഇനി അതർവൈസ് ഒരു മൾട്ടി ഡെവലപ്ഡ് ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ പ്രൊസീജിയേഴ്സ് ഉണ്ടാകും. അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് കെയേഴ്സ്, സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിന്റെ സേവനങ്ങളൊക്കെ ലഭ്യമായിരിക്കും. Then the functions of hospital differ from word to mouth. നമുക്ക് എന്താ പറയാ, വാക്കുകൊണ്ട് പറയാൻ പറ്റാത്ത ഒരു പ്രവർത്തനങ്ങളാണ്. Then it highly depends on the perspective of a person. ഓരോ വ്യക്തികളുടെയും കാഴ്ചപ്പാടിനെ ആശ്രയിച്ചിരിക്കുന്നു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ. ഓക്കെ,
ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കി നിങ്ങൾ. അതിൽ ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ഏറ്റവും ഫസ്റ്റത്തെ ലൈൻ മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. ഇനി ഒന്ന് വായിക്കുക. വായിക്കുമ്പോൾ മനസ്സിലാക്കി വായിക്കണം. ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് വായിക്കാനല്ല, മനസ്സിലാക്കി വായിക്കാം. എന്നിട്ട് അവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. വായിച്ചോ? കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും? ഓക്കെ, ക്ലിയർ ആണോ വായിച്ചിട്ട്? ഓക്കെ, നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. But usually the functions of a hospital can be categorized as follows. നമ്മൾ പറഞ്ഞു ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹോസ്പിറ്റലിന്റെ പ്രധാനപ്പെട്ട 4 ഫങ്ഷൻസുകളെ കുറിച്ചാണ്. ഓക്കെ, അത് മാത്രമുള്ള ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ. ഈ ചാപ്റ്റർ ഇന്ന് നമ്മൾ എടുക്കുമ്പോൾ ഇന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ തന്നെ പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. അത്രയും എളുപ്പമാണ്. ഇതിന് അത്യാവശ്യം ക്ലാസ് ശ്രദ്ധിച്ചൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും എക്സാമൊക്കെ. ഓക്കെ, അപ്പോ ഹോസ്പിറ്റലിന് പ്രധാനമായിട്ടും 4 ഫങ്ഷൻസ് ആണ് പറയുന്നത്. 4 എണ്ണമാണ് താഴെ പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. വായിക്കാം. ഫസ്റ്റ് വൺ എന്താണ്? ഫസ്റ്റ് വൺ കർട്ടീവ് ഫങ്ഷൻ മീൻസ് എന്താണ്? രോഗശമനം അല്ലെ? മീനിങ് പറയാം കേട്ടോ. സെക്കൻഡ് വൺ പ്രിവെന്റീവ് ഫങ്ഷൻ, ദെൻ തേർഡ് വൺ ട്രെയിനിങ് ഫങ്ഷൻ, ദെൻ ഫോർത്ത് വൺ റിസർച്ച് ഫങ്ഷൻ. സൈഡിൽ മാർക്ക് ചെയ്യുക, ഇമ്പോർട്ടന്റ് ആണ്. ഹോസ്പിറ്റലിന്റെ ഇമ്പോർട്ടൻസ് പ്രധാനപ്പെട്ട 4 ഫങ്ഷൻസുകളാണ് കർട്ടീവ്, പ്രിവെന്റീവ്, ട്രെയിനിങ് ആൻഡ് റിസർച്ച് ഫങ്ഷൻ. സൈഡിൽ നിന്ന് വേണമെങ്കിൽ CPTR എന്നൊന്ന് എഴുതി വെക്കാം. സൈഡില് CPTR ഫസ്റ്റ് ലെറ്റേഴ്സുകള്. ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കുമ്പോഴേ നമുക്ക് കോഡ് വെച്ചിട്ടൊക്കെ പഠിക്കാം അല്ലെ? കുറച്ചും കൂടി നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, CPTR എഴുതി വെച്ചോ സൈഡില്? CPTR. ഓക്കെ, ഇപ്പൊ ഹോസ്പിറ്റലിന്റെ ഫങ്ഷൻസ് ചോദിക്കുമ്പോൾ എപ്പോഴാണെങ്കിലും ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയാൻ പറ്റണം CPTR. ഓക്കെ, പറയില്ലേ? പറഞ്ഞു നോക്കരുത്, പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഓക്കെ ആയിക്കോളൂ. CPTR. സി എന്ന് പറഞ്ഞാൽ എന്താണ്? കർട്ടീവ് ഫങ്ഷൻ, പ്രിവെന്റീവ്, ട്രെയിനിങ്, ദെൻ റിസർച്ച്. സൈഡിൽ CPTR എന്ന് എഴുതി വെക്കാം, നോട്ട് ചെയ്ത് വെക്കാം. ഇമ്പോർട്ടന്റ് ആണ് 4 ഫങ്ഷൻസുകൾ. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഫങ്ഷൻസും എന്താണെന്ന് പഠിക്കാം. ഫസ്റ്റ് ഫങ്ഷൻ ആണ് കർട്ടീവ് ഫങ്ഷൻ അല്ലെ? പിന്നെ ആ ഒരു വേർഡിൽ തന്നെയുണ്ട്. എന്താ കർട്ടീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ? എന്താ കർട്ടീവ് എന്ന് പറഞ്ഞാലോ? അതായത് രോഗശമനം അല്ലെ? ഒരു ഹോസ്പിറ്റലിന്റെ പ്രധാനപ്പെട്ട ഒരു മുഖ്യ പ്രവർത്തനം അല്ലെങ്കിൽ ഒരു ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? രോഗം മാറ്റുക അല്ലെ? നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ രോഗം മാറാനാണ്. അല്ലാതെ ചുമ്മാ ഹോസ്പിറ്റലും അവിടുത്തെ ഡോക്ടേഴ്സിനെയും നഴ്സസിനെയും കാണാൻ വേണ്ടിയിട്ടാണോ ഹോസ്പിറ്റലിൽ പോകുന്നത്? ആണോ? ചുമ്മാ ഇരിക്കുമ്പോ ഒന്ന് ഡോക്ടറെ കണ്ടേക്കാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കാണാം, അവിടുത്തെ നഴ്സസിനെ കാണാം, അങ്ങനെയാണോ നമ്മൾ പോകുന്നത്? അങ്ങനെയാണോ? അല്ല. നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ ആ അസുഖത്തിൽ നിന്ന് നമുക്കൊരു റിലീവ് കിട്ടാൻ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു അസുഖം മാറാൻ അല്ലെ, അത് പൂർണ്ണമായിട്ടും ഭേദപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് പോകുന്നതും ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നതും. സോ രോഗശമനം, ഒരു രോഗി, ഒരു അസുഖമായിട്ട് വരുന്ന രോഗിയുടെ രോഗം മാറ്റിക്കൊടുക്കുക അല്ലെ, അതാണ് രോഗശമനം. കർട്ടീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് എന്തെങ്കിലും അസുഖമായിട്ട് വരുന്നു, ഞാൻ ആ പേഷ്യന്റിന്റെ അസുഖം പൂർണ്ണമായിട്ടും ഭേദമാക്കി മാറ്റി ആളെ തിരികെ വീട്ടിലേക്ക് അയക്കുക. അതാണ് ഒരു ഹോസ്പിറ്റലിന്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ. കർട്ടീവ് ഫങ്ഷൻ, it is the primary function of hospital and focused on providing patient care. അണ്ടർലൈൻ ചെയ്യാട്ടോ. ഒരു ഹോസ്പിറ്റലിന്റെ പ്രൈമറി ഫങ്ഷൻ ആണ് എന്ത്? കർട്ടീവ് ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദെൻ ഫോക്കസ് ചെയ്യുന്നത് പ്രൊനൗൺസിയേഷനെ ക്യൂറേറ്റീവ് എന്നും പറയും, കർട്ടീവ് എന്നും പറയും. പല രീതിയിൽ പ്രൊനൗൺസിയേഷൻ പറയും, എങ്കിലും കുറച്ചും കൂടി കൂടുതലായിട്ട് പറയുന്നതും കർട്ടീവ് തന്നെയാണ് കേട്ടോ.
നിങ്ങൾ വായിക്കുമ്പോൾ ചിലപ്പോ നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ട് ആയിട്ട് വരുന്നത് നിങ്ങൾ ആ രീതിയിൽ വായിച്ചോളൂ. അത് നിങ്ങൾക്ക് പലർക്കും പല ഡൗട്ട് ഉണ്ടാകും അല്ലെ. നമുക്ക് കർട്ടീവ് എന്ന് പറയും, ക്യൂറേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയും, പല രീതിയിലും അത് പ്രൊനൗൺസ് ചെയ്യാം കേട്ടോ. അതിലൊന്നും നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നിങ്ങൾ ആ ഒരു രീതിയിൽ പഠിച്ചോളൂ. ഓക്കെ, ക്ലിയർ ആയോ? ക്യൂറേറ്റീവ് എന്ന് പറയാറുണ്ട്. അപ്പൊ ഞാനും ഇടയ്ക്ക് പറയുമ്പോൾ കർട്ടീവ് എന്ന് പറയും, ചിലപ്പോൾ ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞു പോകും. ഓക്കെ, അതിലൊന്നും ടെൻഷൻ ആവേണ്ട. പല രീതിയിൽ ചില വേർഡ്സുകളെ നമ്മൾ പലവരും പല രീതിയിലായിരിക്കും അത് പ്രൊനൗൺസിയേഷൻ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അതിലൊന്നും ടെൻഷൻ ആവേണ്ട. നമ്മൾ പഠിക്കുമ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചു പോകാം. ഓക്കെ, പ്രൊനൗൺസിയേഷൻ കുഴപ്പമില്ല. നിങ്ങൾക്ക് ഏതാണോ യഥാർത്ഥമായിട്ട് തോന്നുന്നത് ആ രീതിയിൽ നിങ്ങൾ വായിച്ചോളൂ. ഓക്കെ, അപ്പൊ പ്രൈമറി ഫംഗ്ഷൻ ആണ്. അണ്ടർലൈൻ ചെയ്തോ ഫസ്റ്റ് സെന്റൻസ്? Okay, then it means any type of okay, it is the primary function of hospital and focused on providing patient care. ഈ ഒരു പ്രാഥമിക ഫംഗ്ഷൻ ഫോക്കസ് ചെയ്യുന്നത് പേഷ്യന്റ് കെയർ ആണ്. നമ്മൾ രോഗികൾക്ക് കൊടുക്കുന്ന പരിചരണം, രോഗിക്ക് കൊടുക്കുന്ന പരിചരണം. ഒരു പേഷ്യന്റ് അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നു, ആ പേഷ്യന്റിന് നമ്മൾ കൊടുക്കുന്ന പരിചരണത്തെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്, രോഗശമനം അല്ലെ. It means any type of care given to the patient by the health team members, also includes health education to patients. ഇനി ഈ പ്രൈമറി ഫംഗ്ഷൻ ആയിട്ടുള്ള കർട്ടീവ് ഫംഗ്ഷനിൽ പ്രധാനമായിട്ടും പറയുന്നത് ഫോക്കസ് ചെയ്യുന്നത് പേഷ്യൻസിന്റെ കെയർ ആണ് അല്ലെ. രോഗിയുടെ പരിചരണത്തെയാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. Then it means അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? Any type of care given to patient by health team members. ഹോസ്പിറ്റലിലെ ഹെൽത്ത് ടീം മെമ്പേഴ്സ് പേഷ്യൻസിന് കൊടുക്കുന്ന എല്ലാ രീതിയിലുള്ള പരിചരണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഹെൽത്ത് ടീം മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് പെട്ടെന്ന് പറഞ്ഞേ. ഹോസ്പിറ്റലിലെ ഹെൽത്ത് ടീം മെമ്പേഴ്സ് എന്ന് പറയുന്നത് ആരൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഹെൽത്ത് ടീം മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് വരാം, നഴ്സസ് വരാം അല്ലെ. ദെൻ നഴ്സിംഗ് അസിസ്റ്റൻസ് വരാം, ടെക്നീഷ്യൻസ് വരാം അല്ലെ, പാരാമെഡിക്കൽസ് വരാം. ഇവരെല്ലാവരും ആ ഹോസ്പിറ്റലിലുള്ള ഹെൽത്ത് ടീം മെമ്പേഴ്സ് പേഷ്യൻസിന് കൊടുക്കുന്ന എല്ലാ പരിചരണങ്ങളെയും കെയറുകളെയും അല്ലെ, അല്ലെങ്കിൽ ആ എല്ലാ സർവീസസുകളെയുമാണ് നമ്മൾ പ്രൈമറി ഫംഗ്ഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ അത് മാത്രമല്ല, ഓൾസോ ഇൻക്ലൂഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ടു പേഷ്യൻസ്. പേഷ്യൻസിന് ഹെൽത്ത് എഡ്യൂക്കേഷനും കൂടി കൊടുക്കുക. എങ്ങനെയാണ് പേഷ്യന്റിന് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് ഹോസ്പിറ്റലില്? എങ്ങനെയാ കൊടുക്കുന്നത്? ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എങ്ങനെ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുക പേഷ്യൻസിന്? ഏതെല്ലാം രീതിയിലൂടെ നമുക്ക് കൊടുക്കാം ഹെൽത്ത് എഡ്യൂക്കേഷൻ? കൗൺസിലിംഗ് ആയിട്ട് കൊടുക്കാം. പേഷ്യന്റ് കൗൺസിലിംഗ് വെക്കാം. അതുപോലെ തന്നെ വേറെ ഏതൊക്കെ പ്രവർത്തനങ്ങളിലൂടെ വെക്കാം? ഒന്നുമില്ല, കൗൺസിലിംഗ് മാത്രമേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കി. പേഷ്യൻസിന് നമുക്ക് ആരോഗ്യത്തെ കുറിച്ചിട്ടുള്ള ഒരു എങ്ങനെ നമുക്ക് പേഷ്യൻസിലോട്ട് എത്തിക്കാം? അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കാം അല്ലെ, കൊടുത്തൂടെ? നമ്മൾ പഠിച്ചിട്ടില്ല, ഇപ്പൊ വാർഡിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ നഴ്സസ് തന്നെ അവയർനെസ് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യും. അതുപോലെ തന്നെ മറ്റ് മീഡിയാസുകൾ വഴി, സോഷ്യൽ മീഡിയാസ് വഴിയൊക്കെ നമുക്ക് ഇതുപോലെ അവയർനെസ് എന്തെങ്കിലും പ്രോഗ്രാംസുകളോ അങ്ങനെയുള്ള സെമിനാർസുകളോ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാം. ഞാൻ പേഷ്യന്റ് കൗൺസിലിങ്ങുകൾ നമുക്ക് നടത്താം. ഓക്കെ, നോട്ടീസുകളൊക്കെ കൊടുക്കാം അല്ലെ. അപ്പൊ ഇതിലൂടെയൊക്കെ നമുക്ക് ആരോഗ്യത്തെ പ്രൊമോട്ട് ചെയ്യാനാണ് പേഷ്യൻസിന്റെ. ഓക്കെ, അപ്പൊ അതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ ആണ് കർട്ടീവ് ഫംഗ്ഷൻ. പ്രൈമറി ഫംഗ്ഷൻ ആണ്. പേഷ്യന്റ് കെയറിനെയാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. ദെൻ ഹെൽത്ത് ടീം മെമ്പേഴ്സ് പേഷ്യൻസിന് കൊടുക്കുന്ന എല്ലാ പരിചരണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഓൾസോ ഇൻക്ലൂഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ടു പേഷ്യൻസ്. ആരോഗ്യ വിദ്യാഭ്യാസം, അതായത് ഇതുപോലെ കൗൺസിലിംഗ്, അതുപോലെ തന്നെ എന്താണ് അവയർനെസ് ക്ലാസ്സുകൾ. ഇതിലൂടെയെല്ലാം നമുക്ക് പേഷ്യൻസിന് അവരുടെ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാം. ആരോഗ്യത്തെ സംരക്ഷിക്കാനായിട്ടുള്ള മാർഗങ്ങൾ ഈ ഒരു രീതികളിലൂടെ നമുക്ക് പേഷ്യൻസിലോട്ട് എത്തിക്കാനും സാധിക്കുന്നു. ഓക്കെ, ഒന്നാമത്തെ ഫംഗ്ഷൻ വായിച്ചു നോക്കാം. വായിക്കുന്നതിനോടൊപ്പം ആ ഒരു ഫംഗ്ഷൻ നിങ്ങൾ അങ്ങോട്ട് പഠിച്ചുകൂടി പോയിക്കോളും. നിങ്ങളത് പഠിച്ചോളും. അത് ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ അത് ആയിക്കോളും. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ദെൻ പ്രൊനൗൺസിയേഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പറഞ്ഞോളൂ. ക്യൂറേറ്റീവ് എന്ന് പറയാം, കർട്ടീവ് എന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്ക് ഏതാണോ വായിക്കാനായിട്ട് എളുപ്പം ആ രീതിയിൽ നിങ്ങൾ വായിച്ചു പോയിക്കോളും.
വായിച്ചോ ഒന്നാമത്തെ ഫംഗ്ഷൻ? ഓക്കെ, ക്ലിയർ ആണോ? വായിച്ചിട്ട് പഠിച്ചോ? ക്ലിയർ ആണോ എന്നല്ല, പഠിച്ചോ നോക്കട്ടെ. പഠിച്ചോ? ഇനി കൂടുതലായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ നമ്മൾ ക്ലാസ്സിലൂടെ തന്നെ കേട്ട് നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ അത് മാക്സിമം നിങ്ങളുടെ മനസ്സിലോട്ട്, അത്രയും ഞാൻ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിലോട്ട് കയറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും പറഞ്ഞ് അത് വായിപ്പിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഫംഗ്ഷൻ നോക്കാം. സെക്കൻഡ് ഫംഗ്ഷൻ ആണ് പ്രിവെന്റീവ് ഫംഗ്ഷൻ, അല്ലെ? എന്താ പ്രിവെന്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിവെന്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് കോമൺ ആയിട്ടുള്ള മീനിങ്? എന്താ മലയാളത്തിൽ എന്താ പറയാ? പ്രിവെന്റ് ചെയ്യുക, തടയുക, പ്രതിരോധിക്കുക എന്നൊക്കെ പറയും, അല്ലെ? അപ്പോ ഇവിടെ പ്രിവെന്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ഹോസ്പിറ്റലിൽ പ്രിവെന്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാ പ്രിവെന്റ് ചെയ്യുന്നത്? എന്തിനെയാണ് പ്രിവെന്റ് ചെയ്യുക? ഡിസീസസിനെയാണ്, അസുഖങ്ങളെ പ്രിവെന്റ് ചെയ്യുക എന്നതാണ് ഹോസ്പിറ്റലിന്റെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെ? പേഷ്യന്റിനെ അസുഖം വരാതെ നോക്കുക, അല്ലെങ്കിൽ വന്ന അസുഖത്തിൽ നമ്മൾ അത് മാറ്റുക, ഇനി അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളാണ് ഹോസ്പിറ്റല് പേഷ്യൻസിന് കൊടുക്കുന്നത്. അപ്പോ ഫസ്റ്റില് ഒരു പിക്ചർ അല്ല, ചെറിയൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഓരോ പിക്ചറിന്റെ താഴെ എഴുതിയിട്ടുണ്ട്. എഴുതിയത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ? ചെറിയ ലെറ്റേഴ്സ് ആണ്, കുഴപ്പമുണ്ടോ? വായിക്കാൻ പറ്റുമോ? വായിക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന് നോക്കിയോ, ഒന്ന് ടെക്സ്റ്റില് വായിക്കാൻ പറ്റുന്നില്ല. കുറച്ച് പേർക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, വായിക്കാൻ പറ്റാത്തവർക്ക് ഞാനത് വായിക്കാം. അപ്പൊ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം, കാരണം അത് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കാനുണ്ട് നമുക്ക്. അതായത് ഒരു ഹോസ്പിറ്റല് പ്രൊവൈഡ് ചെയ്യുന്ന പ്രിവെന്റീവ് കെയറുകൾ എന്തൊക്കെയാണ്, പ്രിവെന്റീവ് കെയറുകൾ എന്തൊക്കെയാണെന്ന്, അതായത് രോഗം വരാതിരിക്കാനും മറ്റും ഒരു ഹോസ്പിറ്റല് നമുക്ക് തരുന്ന പ്രതിരോധ സേവനങ്ങൾ എന്തൊക്കെയാണ്, അല്ലെ? നമുക്ക് ആദ്യം പറഞ്ഞു പോകാം. ഇപ്പൊ ആരും നോട്ട് ചെയ്ത് വെക്കണ്ട കേട്ടോ. നമുക്ക് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വായിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ വായിക്കുമ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, സോ പ്രിവെന്റീവ് കെയറിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ്? ടെക്സ്റ്റിൽ നോക്കണ്ട, നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കി. നിങ്ങൾക്കിപ്പോ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണ്, സോ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം, അല്ലെ? എന്തൊക്കെയാണ് പ്രിവെന്റീവ് കെയർസ് ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത്? ആരോ പറഞ്ഞല്ലോ ഇപ്പൊ, ഒരാള് അലനാണോ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല കേട്ടോ. അലനൊരു പോയിന്റ് കമന്റ് ചെയ്തിട്ടുണ്ട്. വാക്സിനേഷൻ ആണെന്ന് തോന്നുന്നു, അല്ലെ? ഓക്കെ, അലൻ വാക്സിനേഷൻ പറഞ്ഞു. ഞാൻ വേറെ എന്തൊക്കെയാണ്? വാക്സിനേഷൻ മാത്രമാണോ പ്രിവെന്റീവ് കെയറിൽ നമുക്ക് ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത്? വേറെ എന്തെല്ലാം നമുക്ക് കൊടുക്കാം? ചെക്കപ്പുകൾ കൊടുക്കാം. മാസ്ക് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ഗിയർ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ? മാസ്ക് തെറ്റാണെന്നല്ല കേട്ടോ, പ്രൊട്ടക്റ്റീവ് ഒരു ഗിയർ ആണ്. നമുക്കൊരു പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ആയിട്ട് നമുക്ക് മാസ്ക്, അത് ഓക്കെയാണേ. ദെൻ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്? വാക്സിനേഷൻ കൊടുക്കാം, അതുപോലെ തന്നെ എന്തൊക്കെയാണ്? മെഡിക്കൽ ചെക്കപ്സുകൾ കൊടുക്കാം, അല്ലെ? ദെൻ നമുക്ക് ആ പിക്ചറിൽ കുറച്ച് പോയിന്റ്സുകൾ പറഞ്ഞിട്ടുണ്ട്. 5 പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. 5 പോയിന്റ്സ് ആണോ? അല്ല, കുറച്ചധികം പോയിന്റ്സ് ഉണ്ട് കേട്ടോ. 6 പോയിന്റ്സ് 7 പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. അത് കംപ്ലീറ്റ് പഠിക്കണം, എക്സാമിന് ചോദിക്കാറുണ്ട്. സോ നോക്കാം, പ്രിവെന്റീവ് കെയർ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്ന പ്രിവെന്റീവ് കെയറുകളെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. കൗൺസിലിംഗ്. ഓക്കെ, ഇത് നമുക്ക് ടെക്സ്റ്റിലുള്ള പോയിന്റ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോ ടെക്സ്റ്റില് വായിക്കാനായിട്ട് ക്ലിയർ അല്ലാത്തവരാണെങ്കിൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് വൺ ആണ് പറയുന്നത് റെഗുലർ ചെക്കപ്സ്. റെഗുലർ ആയിട്ടുള്ള ചെക്കപ്സുകൾ കൊടുക്കുന്നത്. അപ്പോ പേഷ്യൻസ് രോഗികൾ അസുഖങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. ചിലപ്പോൾ റെഗുലർ ആയിട്ട് ചെക്കപ്പ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. ഒരുപാട് കുറച്ച് ഏജ് ഒക്കെ എത്തിക്കഴിയുമ്പോൾ ആളുകൾ ഒരു 3 months ഒക്കെ കഴിയുമ്പോൾ 3 months ഇടവിട്ടൊക്കെ ചെക്കപ്പ് ഒക്കെ ചെയ്യും. അതായത് എല്ലാ ബ്ലഡ് ടെസ്റ്റുകളും, ഷുഗർ, പ്രഷർ, ഇങ്ങനെയുള്ള എല്ലാ ചെക്കപ്സുകളൊക്കെ അവർ ചെയ്യാറുണ്ട്. സോ ഫസ്റ്റ് വൺ ആണ് റെഗുലർ ചെക്കപ്സ്. ക്ലിയർ അല്ലാത്തവരാണെങ്കിൽ എഴുതി വെക്കണം ടെക്സ്റ്റില്. ദെൻ സെക്കൻഡ് വൺ വാക്സിനേഷൻ ആൻഡ് ഇമ്മ്യൂണൈസേഷൻ. വാക്സിനേഷനുകൾ കൊടുക്കും, അല്ലെ? കുഞ്ഞുങ്ങൾക്കും, അല്ലെ? വാക്സിനേഷൻസുകൾ കൊടുക്കാം. ഇമ്മ്യൂണൈസേഷൻ അതായത് പ്രതിരോധിക്കാനായിട്ടുള്ള ഇമ്മ്യൂണൈസേഷൻ പവർ ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള വാക്സിനേഷൻസുകളും മറ്റും കൊടുക്കുന്നു. ദെൻ സെക്കൻഡ് വൺ ക്യാൻസർ സ്ക്രീനിങ്. ക്യാൻസർ സ്ക്രീനിങ്സ്, അല്ലെ? ഇന്ന് നമുക്കറിയാം, ഇന്ന് ക്യാൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ കാലങ്ങൾക്ക് മുൻപ് വരെയും അത് എന്താ പറയാ 1 ലക്ഷത്തിൽ 1 2 പേർക്ക് വരുന്ന ഒരു അസുഖമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? ഇന്ന് നമ്മൾ ഏറെ പേർക്ക് നമുക്ക് ക്യാൻസർ എന്നുള്ള അസുഖം കേട്ട് വരുന്നുണ്ട്, ഇല്ലേ? ആണോ? പഴയ കാലഘട്ടത്തിനേലും ഒത്തിരി ഇന്ന് മാറിക്കഴിഞ്ഞു. മാറിയോ?
എന്തുകൊണ്ടാണ്? നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയിട്ട് അത് മാറിയിരിക്കുകയാണെന്ന് അല്ലെ. അപ്പൊ നമ്മളുടെ എന്താ പറയാ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടാകാം, ഫുഡിന്റെ ആകാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെ ഇന്ന് ഈ അസുഖം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പനി വരുന്നത് പോലെ ആയിട്ടുണ്ട് അല്ലെ. കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചിങ് വരാം. ഇന്നത്തെ ഭക്ഷണത്തിന്റെ ക്രമങ്ങൾ മാറി അല്ലെ. ഫാസ്റ്റ് ഫുഡ്, പിന്നെ എന്താണ് കളറ് ചേർന്നിട്ടുള്ള ഫുഡ്സുകള്. അപ്പൊ അത് കൂടുതൽ ടേസ്റ്റി ആണ് എങ്കിലും അതിന്റെ പിന്നില് നമുക്ക് സൈഡ് എഫക്ട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ. അപ്പൊ ക്യാൻസർ സ്ക്രീനിങ്സ് ഇന്ന് എല്ലാവരും തന്നെ ക്യാൻസർ സ്ക്രീനിങ്സ് ഒക്കെ ചെയ്ത് നോക്കുന്നവരുണ്ട്. കാരണം ഈ അസുഖം നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ അതിനുള്ള ട്രീറ്റ്മെന്റ്സ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. ക്യാൻസർ വരുമ്പോഴും ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേജുകളൊക്കെ ഉണ്ട്. സോ നമ്മൾ ആരംഭത്തിൽ നമ്മൾ അത് കണ്ടുപിടിച്ചാൽ മാത്രമേ അതിന്റെ ചികിത്സയ്ക്ക് ഫലം ഉണ്ടാകുകയുള്ളൂ അല്ലേ. സോ അങ്ങനെയുള്ള സ്ക്രീനിങ്സുകളൊക്കെ കൊടുക്കുക. ദെൻ പ്രഗ്നൻസി ആൻഡ് ന്യൂബോൺ കെയർ, പ്രഗ്നൻസി കെയറുകളും അതുപോലെ തന്നെ ന്യൂബോൺ കെയർ അല്ലെ, ന്യൂബോൺ കെയറുകൾ കൊടുക്കുക. പ്രഗ്നൻസി കെയറുകൾ പറയുന്നത് ഏതായിരുന്നു? പഠിച്ചതാണല്ലോ. പെട്ടെന്ന് പറഞ്ഞ ആൻസർ. പ്രഗ്നൻസി പീരീഡിൽ നമ്മൾ കൊടുക്കുന്ന കെയറിനെ പറയുന്നത് പ്രിവെന്റീവ് കെയർ എന്ന് തന്നെ നിങ്ങൾ പഠിച്ചതാണത്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരാൾക്ക് പോലും പറയാൻ പറ്റില്ല. പ്രഗ്നൻസി ടൈം കെയർ, യെസ്, ആന്റിനേറ്റൽ കെയർ. ഡിപ്ലോമയിൽ നിങ്ങൾ ആരും പഠിച്ചില്ലേ? ബാക്കിയുള്ളവർ ആരും പഠിച്ചില്ലേ? അതിലും പ്രിവെന്റീവ് കെയർ എന്നും പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ഹെഡിങ് ആണോ? എനിക്ക് തോന്നുന്നു OPD-യിലാണോ പഠിച്ചത്? OPD-യിലല്ലേ പഠിച്ചത്? പ്രിവെന്റീവ് കെയർ പ്രവർത്തനങ്ങൾ അല്ലേ എന്തൊക്കെയാണ് കൊടുക്കുന്നത്? OPD-യിൽ തന്നെയാണ് പഠിച്ചത്. എനിക്ക് തോന്നുന്നു 12-ലോ 13-ലോ ഞാൻ തന്നെ ആകാം OPD എടുത്തത്. ആണോ? എന്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുമല്ലോ. എടുത്തിട്ടില്ലേ നമ്മൾ OPD-യില്? പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ 12-ലായിരുന്നു തോന്നുന്നത് അല്ലേ. ഓക്കെ, എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഏത് ക്ലാസ്സിലാണ് ഏത് ചാപ്റ്ററിലാണ് ഞാൻ പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പൊ ഡിപ്ലോമയിൽ പഠിച്ചു പോയ കാര്യങ്ങളൊക്കെ അവിടെ വെക്കാനല്ല കേട്ടോ. അതൊക്കെ ഇടക്കിടക്ക് ഒന്ന് പൊടിതപ്പി എടുക്കണം. ഞാൻ ഇടയ്ക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കും കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് പൊടിതപ്പി എടുത്ത് പറയാനുണ്ട്. സോ ആന്റിനേറ്റൽ കെയറിങ്, ANC. ഇപ്പൊ ഓർമ്മ വന്നോ? ANC എന്ന് പറഞ്ഞപ്പോ ഓർമ്മ വന്നോ? ANC പഠിച്ചിട്ടുണ്ടോ നിങ്ങള് ഡിപ്ലോമയില്? ANC എന്ന് പറഞ്ഞപ്പോ പഠിച്ചു, ഓർമ്മ വന്നു കുറച്ചു പേർക്കൊക്കെ. ഇപ്പോഴാണ് കുറച്ചു പേർക്കൊക്കെ ANC ആയിരുന്നു എന്ന് ഓർമ്മ വന്നത് അല്ലെ. ANC എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പ്രഗ്നൻസി ടൈമില്, പ്രഗ്നൻസി പീരീഡിലെ കെയറിങ്ങിനെയാണ് നമ്മൾ ANC എന്ന് പറഞ്ഞത്, ആന്റിനേറ്റൽ കെയറിങ്. സോ പ്രഗ്നൻസി ആൻഡ് ന്യൂബോൺ കെയർ, അതുപോലെ ന്യൂബോൺസിനുള്ള കെയറുകൾ കൊടുക്കുന്നു. ദെൻ റൊട്ടീൻ കെയർ ഫോർ ചിൽഡ്രന് വേണ്ടിയിട്ടുള്ള റൊട്ടീൻ കെയറുകൾ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റൊട്ടീൻ കെയറുകൾ കൊടുക്കാം. അതുപോലെ തന്നെ പേഷ്യന്റ് കൗൺസിലിംഗ് അല്ലെ. ഹോസ്പിറ്റലിലുള്ള പേഷ്യൻസിന് കൗൺസിൽ ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഒരു കൗൺസിലിംഗിന്റെ ഒരു വ്യക്തി ഉണ്ടാകും, കൗൺസിലിംഗ് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടാകും. ദെൻ കൗൺസിലിംഗ് ഒക്കെ കൊടുക്കാം. ദെൻ അതുപോലെ തന്നെ മെഡിക്കൽ ടെസ്റ്റുകൾ, ചെക്കപ്സുകളൊക്കെ ചെയ്യാം. ഇത്രയുമാണ് ഒരു ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്ന പ്രിവെന്റീവ് കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. 7 പോയിന്റ് ആണ്. അത് കംപ്ലീറ്റ് ഒന്ന് പഠിക്കണം. ക്ലിയർ അല്ലാത്തവര് എഴുതി വെച്ചായിരുന്നോ? വായിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞവര് നോട്ട് ചെയ്തോ? നോട്ട് ചെയ്ത്. ഓക്കെ, ഇനി ആർക്കും വായിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഒരു പ്രാവശ്യം കൂടി നമുക്ക് വായിക്കാം. ഞാൻ വായിക്കുമ്പോൾ നിങ്ങളും എന്നോടൊപ്പം വായിച്ചോളൂ. നോക്കി. റെഗുലർ ചെക്കപ്സ്, വാക്സിനേഷൻ ആൻഡ് ഇമ്മ്യൂണൈസേഷൻ, pregnancy and newborn care, patient counseling, cancer screening, routine care for children, medical test. ഓക്കെ, 7 പ്രിവെന്റീവ് കെയറുകളാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിലും കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ മാക്സിമം അതിൽ നിന്ന് ഒന്ന് ക്രോഡീകരിച്ചൊരു 7 പോയിന്റ് ആക്കിയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇനി നമുക്ക് എന്താണ് പ്രിവെന്റീവ് ഫങ്ഷൻസിൽ നടക്കുന്നതെന്ന് പഠിക്കാം. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്, സൈഡിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ. ദെൻ ഇനി നമുക്ക് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്ന് നോക്കാം. ഇറ്റ് ഈസ് ആൻ എമർജിംഗ് സെക്കൻഡറി ഫംഗ്ഷൻ ഫോർ ഹോസ്പിറ്റൽ. ഇത് ഹോസ്പിറ്റലിന്റെ ഒരു സെക്കൻഡറി ഫംഗ്ഷൻ ആണ്. പ്രൈമറി ഫംഗ്ഷൻ ഏതായിരുന്നു? പ്രൈമറി നമ്മൾ ഫസ്റ്റ് പഠിച്ചില്ലേ, കർട്ടീവ് അല്ലെങ്കിൽ ക്യൂറേറ്റീവ് ഫംഗ്ഷൻ അല്ലെ, അതാണ് പ്രൈമറി. ഇനി സെക്കൻഡ് വൺ ആണ് എന്ത്? സെക്കൻഡറി ഫംഗ്ഷൻ ആണ് പ്രിവെന്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻഡ് കൺസേൺ വിത്ത് ഹെൽത്ത് പ്രൊമോഷൻ. ഇത് കൂടുതലും മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഹെൽത്ത് പ്രൊമോഷനെയാണ്. ആരോഗ്യത്തെ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ ആരോഗ്യത്തെ കുറച്ചുകൂടി ബെറ്റർ ആക്കുക, മെച്ചപ്പെടുത്തുക. അതാണ് ഈ ഒരു സെക്കൻഡറി ഫംഗ്ഷൻ ആയിട്ടുള്ള പ്രിവെന്റീവ് ഫംഗ്ഷൻ പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം പ്രിവെന്റീവ് ആയിട്ടുള്ള കെയറുകളൊക്കെ കൊടുത്തുകൊണ്ട് ആരോഗ്യത്തെ സംരക്ഷിക്കുക. എന്താണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്? സെക്കൻഡ് ഫംഗ്ഷൻ.
Then it is oriented towards providing preventive services. ഈ ഒരു സെക്കൻഡ് ഫംഗ്ഷൻ, അതായത് പ്രിവെന്റീവ് ഫംഗ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് പ്രിവെന്റീവ് പ്രതിരോധമായിട്ടുള്ള സേവനങ്ങളെയാണ് എങ്ങനെ ത്രൂ എ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ വഴി നമ്മൾ കൊടുക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങളെയാണ് പ്രിവെന്റീവ് ഫംഗ്ഷൻ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പോ നിങ്ങളുടെ വീടിനരികത്തൊക്കെ ആണെങ്കിൽ കമ്മ്യൂണിറ്റി സെന്റേഴ്സ് ഉണ്ടാവും. ഹെൽത്ത് സെന്റർ എന്ന് പറയും. ഉണ്ടോ? പോയിട്ടുണ്ടോ ഹെൽത്ത് സെന്ററില്? ഹെൽത്ത് സെന്ററിലല്ലേ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വാക്സിനേഷൻ എടുക്കാൻ പോകും, ചിലപ്പോ ചെക്കപ്പ് ചെയ്യാനൊക്കെ പോകാറുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് BCG അല്ലെങ്കിൽ ഓരോരോ MMR അങ്ങനെയുള്ള നമ്മള് ബൂസ്റ്റർ ഡോസുകള് അല്ലെ, കുഞ്ഞുങ്ങൾക്കൊക്കെ വാക്സിനേഷൻ എടുക്കാനും അതുപോലെ തന്നെ ചെക്കപ്പ് ചെയ്യാനും ടെസ്റ്റുകളൊക്കെ എടുക്കാനൊക്കെ നമ്മള് കമ്മ്യൂണിറ്റി സെന്റേഴ്സുകളൊക്കെ പോവാറുണ്ട്. സോ ഈ കമ്മ്യൂണിറ്റി സെന്റേഴ്സുകൾ വഴി നമുക്ക് ഇങ്ങനെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് പ്രിവെന്റീവ് ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then it is focused more on the social aspect of health, and also it takes an active role to improve health of the population. ആ ഒരു ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ഇറ്റ് ഈസ് ഫോക്കസ്ഡ് ഓൺ മോർ ഓൺ സോഷ്യൽ ആസ്പെക്ട് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. കൂടുതലായിട്ടും ഇത് ഫോക്കസ് ചെയ്യുന്നത് സോഷ്യൽ ആസ്പെക്റ്റിനെയാണ്. ആരോഗ്യത്തെയും സാമൂഹികപരമായിട്ടുള്ള ആരോഗ്യത്തിന്റെ സാമൂഹികപരമായിട്ടുള്ള വശങ്ങളെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. അണ്ടർലൈൻ ചെയ്തോ? ഫോക്കസ്ഡ് ഓൺ മോർ ഓൺ സോഷ്യൽ ആസ്പെക്ട്. സോ ആരോഗ്യത്തിന്റെ സാമൂഹികപരമായിട്ടുള്ള വശങ്ങളെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് ടേക്സ് ആൻ ആക്റ്റീവ് റോൾ ടു ഇംപ്രൂവ് ഹെൽത്ത് ഓഫ് ദ പോപ്പുലേഷൻ. ജനസംഖ്യയുടെ പോപ്പുലേഷന്റെ ആരോഗ്യത്തെയാണ് കുറച്ചും കൂടി പ്രൊമോട്ട് ചെയ്യുന്നത്. ആ ഒരു ആരോഗ്യത്തെ ഇംപ്രൂവ് ചെയ്യിക്കാനാണ് ഈ ഒരു പ്രിവെന്റീവ് ഫംഗ്ഷൻ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇനി എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് എങ്ങനെയാണ് പോപ്പുലേഷനെ റിലേറ്റ് ചെയ്യുന്നത്, ഇംപ്രൂവ് ചെയ്യിക്കുന്നത്? എന്താ പോപ്പുലേഷനുമായിട്ട് അവിടെ റിലേഷൻ വരുന്നത്? എന്താ പോപ്പുലേഷനും ഹെൽത്തും തമ്മിലുള്ള ഒരു കണക്ഷൻ എന്താണ്? എക്സാമ്പിൾ പറയാൻ പറ്റുമോ? പറഞ്ഞോളൂ. തെറ്റെന്ന് ഓർത്ത് ആരും ഇവിടെ പറയാണ്ടൊന്നും ഇരിക്കണ്ട കേട്ടോ. എനിക്ക് നിങ്ങളുടെ പോയിന്റ്സ് കൂടി വേണം. കാരണം നമ്മള് ഓൺലൈൻ ക്ലാസ്സിനെ കുറച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോമിന് പരിമിതികളൊക്കെ ഉണ്ടാകും അല്ലെ. അപ്പോ നിങ്ങളുടെ റെസ്പോൺസ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത്. നിങ്ങളുടെ റെസ്പോൺസ് ഇല്ലെങ്കിൽ ടീച്ചർ മാത്രം 1 മണിക്കൂർ ഇങ്ങനെ വാദവരാതെ ഇങ്ങനെ സംസാരിക്കുക പറയുക, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതൊരു ബോറിംഗ് ആയിരിക്കും, നിങ്ങൾക്കും ബോറിംഗ് ആണ് അല്ലെ. അപ്പോ ചോദിക്കുന്നതിന് നമുക്ക് കാര്യം എന്താ പറയാ, മ്യൂട്ട് ചെയ്തിട്ട് ക്ലാസ് എടുക്കുന്നത് കാരണം നിങ്ങൾക്ക് ഡിസ്റ്റർബ് ഒക്കെ വരുന്നതുകൊണ്ടാണ്. എങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് എന്താ പറയാ കമന്റ്സിലൂടെ നിങ്ങളുടെ റെസ്പോൺസ് നമുക്ക് തരാം അല്ലെ. അപ്പോ അതിനാരും പഠിക്കണ്ട കേട്ടോ. ഞാൻ ചോദിക്കുന്നതിനോട് എനിക്കൊന്ന് റെസ്പോൺസ് ഒക്കെ തരണേ, അല്ലെങ്കിൽ ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മനസ്സിലായോ ക്ലിയർ ആണോ എന്നൊക്കെ ചോദിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് അത് കുറച്ച് പേർക്കെങ്കിലും ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. പക്ഷെ മീൻസ് നിങ്ങൾക്കത് മനസ്സിലായാലേ എനിക്കൊരു സംതൃപ്തി ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്ന ക്ലാസ്സുകളിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ ഫോളോ ചെയ്യുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങള് 1-2 കാര്യങ്ങൾ പറയും, then നിങ്ങളെ കൊണ്ട് ഞാൻ വായിപ്പിച്ചതിന് ശേഷം മാത്രമേ ഞാൻ അടുത്ത ഭാഗത്തിലോട്ട് പോവുകയുള്ളൂ. ഓക്കെ, then പറഞ്ഞോളൂ. കമന്റ്സ് ഒക്കെ കുറച്ച് പേര് വിട്ടിട്ട് അതിന്റെ ഇടയിൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ല എനിക്ക്. ഓക്കെ, പോപ്പുലേഷനും ഹെൽത്തും തമ്മിൽ എന്താണ് കണക്ഷൻ? കമന്റ് ചെയ്തല്ലേ കുറച്ച് പേര്. ഓക്കെ, പോപ്പുലേഷൻ കൂടുമ്പോൾ ഡിസീസസ് അസുഖങ്ങൾ കൂടും. ഓക്കെ, കമ്മ്യൂണിക്കബിൾ ഡിസീസസും അതുമൂലമൊക്കെ വരാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഈ പോപ്പുലേഷനും ആരോഗ്യവും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട് അല്ലെ. ജനങ്ങൾക്ക് അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ അപ്പോ അതുകൊണ്ടാണ് നമ്മൾ സാമൂഹികപരമായിട്ട് സോഷ്യൽ ആസ്പെക്റ്റിന് വളരെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റീസെന്റ് ആയിട്ട് നമ്മളുടെ സോഷ്യൽ ഒരു ആസ്പെക്റ്റിനെ അല്ലെങ്കിൽ സോഷ്യൽ ഹെൽത്തിനെ പോപ്പുലേഷനെ തന്നെ ബാധിച്ചൊരു ഡിസീസ് ആണ് ഏതായിരുന്നു? യെസ്, കൊറോണ അല്ലെ, കോവിഡ്. ഇത്രത്തോളം അത് പോപ്പുലേഷനിൽ എന്താ പറയാ ഒരുപാട് ജനങ്ങൾക്ക് എന്താണ് കോവിഡ് വന്നു അല്ലെ. നമ്മളെല്ലാവർക്കും വന്നു കഴിഞ്ഞിട്ടുണ്ട് അത് അല്ലെ. സോ അറ്റ് ആ ടൈമില് നമുക്ക് എല്ലാവർക്കും വാക്സിൻ എടുത്തോ വരാതിരിക്കാനായിട്ടുള്ള വാക്സിൻ എടുത്തു. സോ അതൊരു പ്രിവെന്റീവ് കെയർ ആണോ? കാരണം ഇത്രയും പോപ്പുലേഷനെ അത് ബാധിക്കുന്നുണ്ട് അല്ലെ. ഇത് എല്ലാവർക്കും വരും എന്ന് നമുക്ക് തീർച്ചയായിട്ടും അത് ഉറപ്പായി.
സോ അത് ആ ടൈമിൽ തന്നെ നമ്മൾ ഈ ഒരു വാക്സിൻ കണ്ടുപിടിച്ചു. സോ ഹോസ്പിറ്റലുകളിൽ നിന്നും ഈ വാക്സിൻ എല്ലാവരിലോട്ടും എത്തിച്ചു. സോ ഇതൊരു പ്രിവെന്റീവ് കെയർ ആണ് വാക്സിൻ, കോവിഡ് വാക്സിൻ എടുത്തത്. പക്ഷേ വാക്സിൻ എടുത്തു എങ്കിലും ഒത്തിരി പേര് കോവിഡ് ടൈമിൽ മരണം സംഭവിച്ചിട്ടുള്ളവരുണ്ട്. കോവിഡ് മൂലം സംഭവിച്ചിട്ടില്ലേ? ഇപ്പൊ ചിലപ്പോ നിങ്ങളെ അറിയാവുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ഉണ്ടാവാം, കസിൻസോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടാകാം അല്ലേ? ആ ഒരു എന്താ ടൈമില് വാക്സിൻ എടുത്തിട്ട് പോലും അത് മരണം സംഭവിച്ചിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് അല്ലേ? സോ അതും ലീഡ് ചെയ്തത് എന്തിനാണ്? നമ്മുടെ പോപ്പുലേഷൻ ആണ്. പോപ്പുലേഷൻ അവിടെ കുറവ് സംഭവിക്കും അല്ലേ? ആണോ? സോ അങ്ങനെ പല രീതിയിലും പോപ്പുലേഷനും ഹെൽത്തുമായിട്ട് റിലേഷൻ ഉണ്ട്. സോ പ്രിവെന്റീവ് കെയർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സാമൂഹികപരമായിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ ആസ്പെക്ട്സിന് അവിടെ പ്രാധാന്യം കൊടുക്കുന്നു. അതിനാൽ തന്നെയാണ് നമ്മുടെ പോപ്പുലേഷനെ നിലനിർത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെയുള്ള ഇപ്പൊ കോവിഡ് വാക്സിൻ പോലുള്ള പ്രിവെന്റീവ് കെയറുകൾ നമ്മൾ സമൂഹത്തിന്, സമൂഹത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? പ്രിവെന്റീവ് കെയർ എന്താണെന്നുള്ളത് അണ്ടർലൈൻ ചെയ്തല്ലോ. സോഷ്യൽ ആസ്പെക്ട് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. ദെൻ ആ 7 പോയിന്റുകളും നിങ്ങൾ പഠിക്കണം. ഏതൊക്കെയാണ് ഒരു ഹോസ്പിറ്റല് പ്രൊവൈഡ് ചെയ്യുന്ന പ്രിവെന്റീവ് കെയറുകൾ ഏതൊക്കെയാണെന്ന്. ദെൻ ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ വായിച്ചു നോക്കുക. വായിക്കുമ്പോൾ അത് മാക്സിമം മനസ്സിലോട്ട് കയറണം. വായിച്ചു കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. മനസ്സിലാവാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് ചോദിക്കണം. ഓക്കെ, സംശയം വെച്ചിട്ട് ആരും പഠിക്കരുത് കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ദെൻ ഇപ്പൊ ഒരു ക്ലാസ്സിൽ കഴിഞ്ഞു, ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിച്ച് ക്ലിയർ ചെയ്യാം കേട്ടോ ടീച്ചേഴ്സിനോട്. ഓക്കെ, മൂന്നാമത്തെ ഫംഗ്ഷൻ നമുക്ക് ഇനി എടുക്കാം. ട്രെയിനിങ് ഫംഗ്ഷൻസ് നോക്കാം. ഇറ്റ് ഈസ് എ സെക്കൻഡറി ഫംഗ്ഷൻ ആൻഡ് ഇതും ഒരു സെക്കൻഡറി ഫംഗ്ഷൻ തന്നെയാണ് കേട്ടോ. പ്രൈമറി ആണ് കറക്റ്റ് വരുന്നത്. Then it is a secondary function and is concerned with providing training and education courses for the professional and technical personnel who provide health services. Health services provide ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ടെക്നിക്കൽ പേഴ്സൺസിനും മറ്റ് പ്രൊഫഷണൽസിനും വേണ്ടി കൊടുക്കുന്ന ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ കോഴ്സുകളാണ് ട്രെയിനിങ് ഫംഗ്ഷൻസിൽ ഉൾപ്പെടുന്നത്. അതായത് നമുക്കറിയാം ഹോസ്പിറ്റലില് പ്രൊഫഷണൽസ് ഉണ്ടാകും, അതുപോലെ തന്നെ ടെക്നിക്കൽ പേഴ്സൺസ് ഉണ്ട് അല്ലെ? ഓരോ ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കുന്ന ടെക്നിക്കൽ ആയിട്ടുള്ളവരുണ്ടാവും, ടെക്നിക്കൽ വർക്കുകൾ. ഇപ്പൊ നമ്മൾ ICUലാണെങ്കിൽ ICU ടെക്നീഷ്യന്മാരുണ്ടെന്ന് പഠിച്ചോ? നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ പഠിച്ചില്ലേ ICU ടെക്നീഷ്യൻ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടോ? യെസ് അല്ലെ? അപ്പൊ പല രീതിയിലും പല ഡിപ്പാർട്ട്മെന്റ്സിലും ടെക്നീഷ്യന്മാരുണ്ടാവും, എക്യുപ്മെന്റ്സ് പ്രവർത്തിപ്പിക്കുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മറ്റ് പ്രൊഫഷണൽസ് ഉണ്ടാവും. സോ ഇവർക്ക് അത് ശരിയായിട്ടുള്ള രീതിയിൽ സേവനം ചെയ്യാനായിട്ട് അവർക്ക് നമ്മൾ ട്രെയിനിങ്സ് കൊടുക്കണം, എഡ്യൂക്കേഷൻ കോഴ്സസുകളും മറ്റും കൊടുക്കണം, കുറച്ച് ട്രെയിനിങ് പ്രോഗ്രാംസുകളൊക്കെ അറേഞ്ച് ചെയ്യുക. അതാണ് മൂന്നാമത്തെ ട്രെയിനിങ് ഫംഗ്ഷൻസിൽ പറയുന്നത്. എക്സാമ്പിൾ പറയണമെങ്കിൽ ഇപ്പോ ടെക്നീഷ്യന്മാർക്കാണെങ്കിൽ പുതിയ എക്യുപ്മെന്റ്സുകളൊക്കെ കണ്ടുപിടുത്തങ്ങൾ ഇപ്പൊ വരികയാണ് അല്ലെ? അപ്പൊ പുതിയ എക്യുപ്മെന്റ്സുകളൊക്കെ കൊണ്ടുവരുമ്പോൾ അതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ഒക്കെ കൊടുക്കുക. എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് അതൊക്കെ ഒന്ന് കാണിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഒരു ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സുകളൊക്കെ കൊടുക്കുക. അതുപോലെ തന്നെ എന്താണ് പിന്നെ നമ്മൾ എക്സാമ്പിൾ പറയണമെങ്കിൽ ഇപ്പൊ നഴ്സസിനാണെങ്കിലും ഇപ്പൊ ഡെന്റിസ്റ്റ് മറ്റു തെറാപ്പിസ്റ്റുകളൊക്കെ ആണെങ്കിലും അവർക്ക് മെഷീനറി എങ്ങനെ പ്രവർത്തിപ്പിക്കണം
അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്, പുതിയ എക്യുപ്മെന്റ്സുകൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു അവയർനെസ് ക്ലാസ്സുകളോ ട്രെയിനിങ്സോ ഡെമോൺസ്ട്രേഷനോ പോലുള്ള പ്രവർത്തനങ്ങൾ അവർക്ക് കൊടുക്കുക. അതാണ് ട്രെയിനിങ് ഫംഗ്ഷൻസിൽ പറയുന്നത്. അത്രേ ഉള്ളൂ അതില്. ഓക്കെ, കുഞ്ഞി ഫംഗ്ഷൻ ആണ് ട്രെയിനിങ് കൊടുക്കാന്ന്. ടെക്നിക്കൽസിനും അതുപോലെ ടെക്നിക്കൽ പേഴ്സണൽസിനാണെങ്കിലും മറ്റ് പ്രൊഫഷണൽക്കാണെങ്കിലും രോഗിക്ക് നമ്മള് പേഷ്യൻസിന് കൊടുക്കുന്ന സേവനങ്ങൾ ചെയ്യുന്ന വ്യക്തികൾക്ക് അവർക്കത് ചെയ്യാനായിട്ടുള്ള ട്രെയിനിങ്സുകൾ കൊടുക്കുക. ഓക്കെ, ഇനി നാലാമത്തെ ഫംഗ്ഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നോക്കാം, റിസർച്ച് ഫംഗ്ഷൻ നാലാമത്തെ ഫംഗ്ഷൻ ആണ് റിസർച്ച് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ ക്ലാസ് എല്ലാവർക്കും ഓക്കെ ആണോ? സ്പീഡ് ഓക്കെ ആണോ? കുഞ്ഞു ചാപ്റ്റർ ആണ് കേട്ടോ ഇത്, അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റുന്നുണ്ട്. സ്പീഡ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, നിങ്ങളൊന്നും പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. ഓക്കെ ആണോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ, നോർമൽ സ്പീഡ് ഇത് തന്നെയാണ്. എന്റെ ഒരു നോർമൽ ക്ലാസ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് എന്റെ ക്ലാസ്സിൽ കയറിയിട്ടുള്ളവരോടാണ് ഞാൻ പറയുന്നത്. ഈ ഒരു സ്പീഡ് തന്നെയാണ്. ഒരുപാട് സ്ലോ ആക്കിയാലും നിങ്ങൾക്ക് അത് കുറച്ച് ബോറിംഗ് ഒക്കെ ആയിട്ട് തോന്നും, അതുകൊണ്ടാണ് കേട്ടോ. കുഴപ്പമില്ലല്ലോ, ഈ ഒരു സ്പീഡ് ഇങ്ങനെ തന്നെ പോയാൽ മതിയില്ലേ നമുക്ക്? അതെയോ? ഓക്കെ, അപ്പോ നാലാമത്തെ ഫംഗ്ഷൻ നോക്കാം, റിസർച്ച് ഫംഗ്ഷൻ. It is a secondary function and concerned with conducting health-related research that focused on improvement of the health or prevention of diseases. ആരോഗ്യത്തെ നമുക്ക് ഇംപ്രൂവ് ചെയ്യിക്കാനും അതുപോലെ തന്നെ പ്രിവെന്റേഷൻ ഓഫ് ഡിസീസസ്, രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യാനും വേണ്ടിയിട്ട് സംഘടിപ്പിക്കുന്ന റിസർച്ചുകളാണ് ഹെൽത്ത് റിസർച്ച് ഫംഗ്ഷനിൽ പറയുന്നത്. അപ്പോൾ റിസർച്ച് ഫംഗ്ഷനിലും എക്സാമ്പിൾ നമുക്ക് കോവിഡ് തന്നെ എടുത്ത് പറയാം അല്ലെ. കോവിഡ് വന്ന സമയത്ത് അതൊരു വൈറസ് നമ്മൾ കണ്ടെത്തി അല്ലെ. ദെൻ അതിനായിട്ട് റിസർച്ചുകൾ നടത്തി, പഠനങ്ങളൊക്കെ നടത്തിയതിലൂടെ കോവിഡ് വാക്സിൻ ഒക്കെ കണ്ടെത്തി ഇല്ലേ. ചുമ്മാ ഇരുന്നുകൊണ്ട് വാക്സിൻ കണ്ടെത്താനായിട്ട് പറ്റുമോ? വീട്ടിലിരിക്കണ നമുക്ക് വെറുതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇതിനുള്ള വാക്സിൻ ആണ് എന്ന് പറഞ്ഞ് കണ്ടെത്താൻ പറ്റുമോ? ഇല്ല, ഒറ്റയടിക്ക് കണ്ടെത്താൻ പറ്റുന്നതല്ല. മറിച്ച് അതിനെ കുറിച്ചിട്ട് റിസർച്ചുകൾ നടത്തി, പഠനങ്ങളൊക്കെ നടത്തി, ഇന്നൊരു വൈറസ് ആണ്, സോ അതിനെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് ഏത് വാക്സിൻ ആണ്, അത് ഏതെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം അല്ലെ എന്നുള്ള റിസർച്ചിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു വാക്സിൻ ഒക്കെ കണ്ടെത്തുന്നത്. സോ കണ്ടെത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഹെൽത്തിന്റെ ഇംപ്രൂവ്മെന്റ് ചെയ്യാനും ദെൻ പ്രിവെന്റ് ചെയ്യാനും, അസുഖം വരാതെ നോക്കാം, പ്രിവെന്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മള് റിസർച്ചിലൂടെയൊക്കെയാണ് ഇങ്ങനെയുള്ള എന്താണ് വാക്സിൻസുകളൊക്കെ കണ്ടെത്തുക, അല്ലെങ്കിൽ പുതിയ പുതിയ ട്രീറ്റ്മെന്റ് മെത്തേഡ്സുകളൊക്കെ കണ്ടെത്തുന്നത്. ഓക്കെ, ദെൻ ഇനി മൂന്നാമത്തെയും നാലാമത്തെയും ഫംഗ്ഷൻസ് വായിച്ചിട്ടില്ല നമ്മള്, അത് വായിച്ചു നോക്കാം കേട്ടോ. ട്രെയിനിങ് ഫംഗ്ഷനും റിസർച്ച് ഫംഗ്ഷനും വായിക്കാം. രണ്ടെണ്ണം രണ്ട് പോയിന്റ് ഒക്കെ ഉള്ളൂ, വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാകും. അവിടെ ബൈഹാർട്ട് പഠിക്കാനായിട്ടൊന്നുമില്ല, ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പോർഷൻ ആണ് കേട്ടോ. മൂന്നാമത്തെയും നാലാമത്തെയും വായിക്കണേ. കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും? ഓക്കെ, സോ നമ്മൾ ഇന്ന് എടുത്ത ചാപ്റ്റർ ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആണ്. ഹോസ്പിറ്റലിന് പ്രധാനമായിട്ടുള്ള 4 ഫങ്ഷൻസുകളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചത്. ചാപ്റ്റർ കഴിഞ്ഞിട്ടോ, ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇത്ര പെട്ടെന്നാണ് ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയത്.
വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്. സോ മെയിൻ ആയിട്ടുള്ള 4 ഫംഗ്ഷൻസ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിച്ചത്. കറക്റ്റീവ് ഫംഗ്ഷൻ, പ്രിവെന്റീവ്, ട്രെയിനിങ്, ദെൻ റിസർച്ച് ഫംഗ്ഷൻ. 4 ഫംഗ്ഷനും നിങ്ങൾ ഇന്ന് തന്നെ പഠിച്ചിട്ടുണ്ടാവും. ദെൻ മോക്ക് ടെസ്റ്റ് കൂടി ഒന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. സോ ജസ്റ്റ് ഒന്ന് പറയാം. ദെൻ ഫസ്റ്റ് ഫംഗ്ഷൻ നമ്മൾ പഠിച്ചു. കറക്റ്റീവ് ഫംഗ്ഷനില് പ്രൈമറി ഫംഗ്ഷൻ ആണ്. ദെൻ പേഷ്യന്റ് കെയറിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഹെൽത്ത് ടീം മെമ്പേഴ്സ് പേഷ്യൻസിന് കൊടുക്കുന്ന എല്ലാ പരിചരണങ്ങളും അതിൽ ഇൻക്ലൂഡഡ് ആണ്. ദെൻ രണ്ടാമതായിട്ട് പ്രിവെന്റീവ് ഫംഗ്ഷൻ ആണ്. പ്രിവെന്റീവ് ഫംഗ്ഷനില് പ്രധാനമായിട്ടും ഒരു ഹോസ്പിറ്റലില് കൊടുക്കുന്ന പ്രിവെന്റീവ് കെയറുകൾ ഏതൊക്കെയാണ്? 7 കെയറുകൾ പറയുന്നുണ്ട്. റെഗുലർ ചെക്കപ്സ്, വാക്സിനേഷൻ ആൻഡ് ഇമ്മ്യൂണൈസേഷൻ, പ്രഗ്നൻസി ആൻഡ് ന്യൂബോൺ കെയർ, പേഷ്യന്റ് കൗൺസിലിംഗ്, then cancer screenings, routine care for children, then medical test. 7 പ്രിവെന്റീവ് കെയറുകൾ പഠിക്കണം. ദെൻ ഇതും നമ്മൾ പറഞ്ഞു ഹെൽത്ത് പ്രൊമോഷനെയാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞു ഹെൽത്ത് സെന്റേഴ്സുകൾ വഴി ഇങ്ങനെയുള്ള പ്രിവെന്റീവ് കെയറുകൾ പേഷ്യൻസിലോട്ട് എത്തിക്കുക. ദെൻ സോഷ്യൽ ആസ്പെക്റ്റിന് മോർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ദെൻ മൂന്നാമത്തെ ട്രെയിനിങ് ഫംഗ്ഷൻസിൽ നമ്മൾ പഠിച്ചു ടെക്നിക്കൽ പേഴ്സൺസിനും പ്രൊഫഷണൽസിനും നമ്മൾ ട്രെയിനിങ്സുകളൊക്കെ കൊടുക്കുക. ദെൻ റിസർച്ച് ഫംഗ്ഷൻ രോഗത്തെ ഹെൽത്ത് നമ്മൾ ഇംപ്രൂവ് ചെയ്യിക്കാനും ദെൻ പ്രിവെന്റ് ചെയ്യാനും ഡിസീസസിനെ പ്രിവെന്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ റിസർച്ചുകളൊക്കെ നടത്തുക. അതായത് ഇപ്പോൾ വാക്സിൻസുകളൊക്കെ കണ്ടുപിടിക്കുക, പുതിയ ട്രീറ്റ്മെന്റ്സിനായിട്ടുള്ള പുതിയ ടെക്നോളജീസ് ഒക്കെ കണ്ടെത്തുക. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിച്ചത്. ദെൻ ഓക്കെ ആണോ? പഠിച്ചോ? ചാപ്റ്റർ പഠിച്ചില്ലേ? ഈ ഒരു ക്ലാസ്സിലൂടെ തന്നെ പഠിച്ചോ എല്ലാവരും? ഇനി ഇതിൽ കൂടുതൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഈ ഒരു ചാപ്റ്റർ സമയം കണ്ടെത്തേണ്ട ആവശ്യമില്ല. കാരണം ഏറ്റവും എനിക്ക് തോന്നുന്നു PGയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഏറ്റവും ചെറിയൊരു ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചാപ്റ്റർ ആണ്. ഇഷ്ടമായോ ചാപ്റ്റർ? ഇഷ്ടമായോ? ഓക്കെ, എന്ത് പറ്റിയ ഒരു സന്തോഷമൊന്നും ഇല്ലല്ലോ ആർക്കും. ഫസ്റ്റ് ക്ലാസ് അല്ലേ? ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ എല്ലാവരും ഭയങ്കര ഡള്ളായിട്ടിരിക്കുകയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റത്തില്ല. നിങ്ങൾ ഏത് രീതിയിലാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടാണോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടാണോ എങ്ങനെയാണെന്നൊന്നും കാണാൻ പറ്റുന്നില്ല അല്ലെ? വീഡിയോ ഒന്നും നിങ്ങളുടെ കാണുന്നില്ല, നിങ്ങൾ എന്നെ മാത്രം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദെൻ എല്ലാവരും ഹാപ്പി ആയിട്ടാണോ ഇരിക്കുന്നത്? പ്രോബ്ലംസ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, ഇനി PG ആണ് അല്ലെങ്കിൽ ഭയങ്കര ടഫാണ്, ആരും ഭയങ്കര പിടിച്ചൊന്നിരിക്കേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ. എല്ലാവരും നമ്മൾ ഡിപ്ലോമയിൽ എങ്ങനെയിരുന്നു? ഫ്രീ ആയിട്ടിരിക്കാം കേട്ടോ. ബുക്ക് കിട്ടിയിട്ടില്ല കുറച്ച് പേർക്ക്. ഓക്കെ, ബുക്സ് കിട്ടും കേട്ടോ. ഓഫീസിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം, ബുക്സ് കിട്ടും. ദെൻ അതിന്റെ ടെൻഷനൊന്നും വേണ്ട, ബുക്സ് ഒക്കെ കിട്ടിക്കോളും. ദെൻ പഠിക്കാതിന്റെ ഇടയിൽ കൂടി ക്ലാസ് എപ്പോഴും എന്താ പറയാ മാക്സിമം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. സിമ്പിൾ ആണ് ഇത് മാത്രമുണ്ടോ സിമ്പിള്? എല്ലാം അങ്ങനെ സിമ്പിൾ അല്ല, ഞാൻ പറഞ്ഞല്ലോ. പഠിക്കാനുള്ളതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണിത്. ദെൻ എന്താ പറയാ ആക്റ്റീവ് ആയിട്ടിരിക്കുക ക്ലാസ്സിൽ. നിങ്ങൾ ആക്റ്റീവ് ആയാൽ മാത്രമല്ലേ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഞങ്ങൾക്കും കൂടി ആ ഒരു എന്താ പറയാ സപ്പോർട്ട്. ഇപ്പൊ നമ്മൾ എടുക്കുമ്പോൾ മാക്സിമം നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്, എല്ലാ ടീച്ചേഴ്സിനാണെങ്കിലും. സോ റെസ്പോൺസ് ഒക്കെ ചോദിക്കുന്നതിന് ഇനി എന്തെങ്കിലും ചോദിക്കോ, അല്ലെങ്കിൽ ഇവിടെ ചോദിച്ച് ഉത്തരം പറയാതിരിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു പണിഷ്മെന്റ്സോ അങ്ങനെ ഒന്നും നമ്മൾ തരുന്നില്ല. അപ്പൊ നിങ്ങളെയും കൂടി അതിൽ കുറച്ചും കൂടി എന്താ പറയാ ഇൻവോൾവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് റെസ്പോൺസ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ല റെസ്പോൺസ് ഒക്കെ ചെയ്യണം. ദെൻ സ്ട്രെങ്ത് ഇത്രയാണെന്ന് എനിക്കറിയില്ല. ദെൻ 11ലുണ്ട്, ദെൻ 12, 13 ബാച്ചുകൾ അല്ലെ? അത്രയല്ലേ ഉള്ളത്. ഓക്കെ, ദെൻ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, ക്ലാസ്സിനെ കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും. ഓക്കെ ആണോ എല്ലാവരും? നിങ്ങളുടെ അഭിപ്രായം പറയാം കേട്ടോ. നമുക്ക് 5 minutes ആണ് നിങ്ങൾക്ക് ഇന്ററാക്ഷൻ ഉള്ള ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ക്ലാസ്സിന്റെ ആ ഒരു ഫ്ലോ മൂലം ചിലപ്പോൾ ഇന്ററാക്ഷൻ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ദെൻ ആർക്കൊന്നും പറയാനില്ല, എല്ലാവരും എന്താ പറയാ സാറ്റിസ്ഫൈഡ് ആണോ ക്ലാസ്സില്? ഇന്നത്തെ ക്ലാസ്സില് ആണോ? അതെന്തോ പറയുന്നുണ്ടല്ലോ. എളുപ്പമുണ്ട്. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ മാത്രമാണ് എളുപ്പം എന്ന് പറഞ്ഞത്. എല്ലാം നമ്മളൊരു ചാപ്റ്റർ നമ്മളാണ് അത് എളുപ്പമാണോ പാടാണോ എന്ന് തീരുമാനിക്കുന്നത് അല്ലെ? നമ്മൾ തന്നെയാണ്. ചിലപ്പോ നമ്മളത് വായിച്ചുകൂടി നോക്കിയിട്ടുണ്ടാവില്ല. ചിലപ്പോ പേജസുകളുടെ എണ്ണം നോക്കിയിട്ട് നമ്മൾ വിചാരിക്കും ഇത് പാടാണ്, ഇത് പഠിച്ചാൽ കിട്ടില്ല അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കുക? എന്നാൽ അതിന്റെ ഉള്ളിലുള്ളത് എന്താണെന്നൊന്നും നമ്മൾ വായിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ തന്നെയാണ് അത് വിലയിരുത്തുന്നത്.
അല്ലെ? പക്ഷെ എത്ര പാടുള്ളതാണെങ്കിലും നമുക്കത് പഠിച്ചല്ലേ പറ്റൂ. സോ എനിക്ക് പറ്റും, എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ളൊരു ഉറച്ചൊരു ഇത് എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. ഞാൻ ഇതിലോട്ട് PG-യിലോട്ട് ജോയിൻ ചെയ്തു, സോ എനിക്കത് പഠിക്കണം, എനിക്കത് കിട്ടണം, എനിക്ക് ഫ്യൂച്ചറിൽ ജോബിന് വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും നമ്മൾ ഈ ഒരു കോഴ്സ് ചെയ്യുന്നത്. ആണോ? ചുമ്മാ വീട്ടിലിരുന്ന് പോകാടിച്ചിട്ട് ആരെങ്കിലും ചെയ്യുന്നവരുണ്ടോ? അങ്ങനെ ആരും ഇല്ലാലോ. സോ നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മൾക്കിത് പഠിച്ചു കഴിഞ്ഞിട്ട് ഫ്യൂച്ചറിൽ നമുക്കൊരു ജോലി കിട്ടണം അല്ലെ എന്നുള്ളൊരു ലക്ഷ്യം എന്നും എല്ലാ ദിവസവും മനസ്സിലുണ്ടായിരിക്കണം. ഇടക്കിടക്ക് ഞാൻ ഓർമ്മിപ്പിച്ചേക്കാം. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇതിൽ 4 മോഡ്യൂൾസ് ആണോ മാഡം ടോട്ടൽ ഉള്ളത്? 5, 6, 7, 8 ആണോ? എന്തായിരുന്നു? ക്ലിയർ ആയില്ല. 4 മോഡ്യൂൾസ് ആണോ ടോട്ടൽ ഉള്ളത്? മൊഡ്യൂൾസ് നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷൻ ക്ലാസ് അല്ല, നമുക്ക് 4 PG, നമുക്ക് ഡിപ്ലോമയിൽ 4 മോഡ്യൂൾസ് ആയിരുന്നില്ലേ? ബാക്കി 3 മോഡ്യൂൾസ്. ആഴ്ചയിൽ 3 മോഡ്യൂൾസ് ആണ്. ബുക്ക് 4 മോഡ്യൂൾസ് ഉണ്ടെന്ന് തോന്നുന്നു. ടെക്സ്റ്റ് ബുക്ക് കിട്ടിയായിരുന്നോ? ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിരുന്നു. അതില് 3 മോഡ്യൂൾസ് ഉള്ളൂ. ഓക്കെ, ടെക്സ്റ്റിൽ നോക്കാം കേട്ടോ. ഓരോ ടീച്ചേഴ്സും എടുക്കുന്ന ചാപ്റ്ററുകൾ നിങ്ങളെ ആ ചാപ്റ്ററിന്റെ അവിടെ ടീച്ചേഴ്സിന്റെ പേരും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കൂ. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ല കേട്ടോ. ഓരോ ടീച്ചേഴ്സ് എടുക്കുന്ന ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, അവിടെ ആ ടീച്ചേഴ്സിന്റെ പേരും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം നിങ്ങൾ. അപ്പൊ ഏത് ടീച്ചേഴ്സ് ആണ് കൊടുക്കുന്നത്? ചിലപ്പോ ഇന്ന് വന്നിട്ട് അടുത്ത ടീച്ചേഴ്സ് എടുക്കുന്നത് വേറെ ചാപ്റ്റേഴ്സ് ആണല്ലോ. സോ നിങ്ങൾ ആ പേരുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഓരോ മോഡ്യൂൾസ് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത മോഡ്യൂൾസിലോട്ട് പോകുള്ളൂ. അപ്പൊ അതിന്റെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട കേട്ടോ. ഓക്കെ, അപ്പൊ മോക്ക് ടെസ്റ്റ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാം. ദെൻ എന്താണ്, ക്ലാസ് ഒക്കെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനോട് ചോദിച്ച് ക്ലിയർ ചെയ്യാം. ഇനി മോക്ക് ടെസ്റ്റിൽ എന്തെങ്കിലും മേ ബി നിങ്ങൾക്ക് മനസ്സിലാവാത്തതോ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അതാത് ടീച്ചേഴ്സിനോട് നെക്സ്റ്റ് ഡേയിലെ ക്ലാസ്സിൽ വരുമ്പോൾ അതൊന്ന് ചോദിച്ച് ക്ലിയർ ആക്കാം. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്റർ ആയിരിക്കും എടുക്കുന്നത്. കാരണം ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് 4ാമത്തെ ചാപ്റ്റർ ആയിരിക്കും കേട്ടോ. 4ാമത്തെ 4th ചാപ്റ്റർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരിക്കും ഇനി അടുത്ത എന്റെ ക്ലാസ്സിൽ ഞാൻ എടുക്കാൻ പോകുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചൊന്ന് വെച്ചേക്കാം. ഒന്ന് ഇൻട്രൊഡക്ഷൻ മാത്രം ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ ജസ്റ്റ് വായിക്കാം. ദെൻ ഇന്ന് തന്നെ മാക്സിമം പഠിക്കാൻ പറ്റുന്നവരെ പഠിക്കാൻ കൂടി ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am. Okay, thank you.